ഈ ഭാഷ കൈകാര്യം ചെയ്യുന്ന കാര്യം അതും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഭാഷ ചിലപ്പോൾ ഞാൻ കണ്ണൂർ പോയിട്ടില്ല, കണ്ണൂർ സ്ലാങ് എനിക്ക് അറിയില്ല. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ കണ്ണൂർ സ്ലാങ് അറിയുന്ന ഒരാൾ നമ്മുടെ ഒപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ നമ്മൾ ചെയ്യും. അതിപ്പോൾ ഞാൻ കന്നഡയാണെങ്കിലും അങ്ങനെ ചെയ്യും, മറാഠി ആണെങ്കിലും ചെയ്യും, പഞ്ചാബി ആണെങ്കിലും എനിക്ക് എങ്ങനെയാണോ അവർ പറഞ്ഞു തരുന്ന ആ ഭാഷ അത്. പക്ഷേ മോഡുലേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് ഇടേണ്ട കാര്യമാണ്. അപ്പം മറ്റേ ചാവേറിൽ കണ്ണൂർ സ്ലാങ്ങിൽ വോയിസ് കൊടുക്കുന്ന കാര്യം അവർ സത്യത്തിൽ ഓൾറെഡി എൻ്റെ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞു പോയതായിരുന്നു. അവർ പറഞ്ഞു കണ്ണൂർ സ്ലാങ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് കണ്ണൂരിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ കണ്ണൂരിൽ നിന്ന് ഓൾറെഡി ചെയ്തു. ഒരു 14 പേരോളമൊക്കെ വോയിസ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ആണ് അവർ സെലക്ട് ചെയ്തത്. പക്ഷേ മൂവി ഇറങ്ങുന്നതിനൊരു 2 ആഴ്ച മുന്നാണ് എന്നെ വിളിക്കുന്നത്, ഈ വോയിസ് ഒന്ന് മാറ്റിയെടുക്കണം, വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കണ്ണൂർ സ്ലാങ് ആയതുകൊണ്ട് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ടിനു ആയിരുന്നു എൻ്റെ, ടിനു പപ്പച്ചനായിരുന്നു. അപ്പോൾ ടിനു ആണെങ്കിൽ മുൻപേ അറിയാം, പക്ഷെ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ടിനുവിന് ഒരു സംശയം, ചേച്ചി തൃശ്ശൂർക്കാരിയല്ലേ, ചേച്ചി എങ്ങനെ കണ്ണൂർ ചെയ്യുന്നപ്പോൾ ടിനുവിനും ഡൗട്ടായി. പിന്നെ വോയിസ് ടെസ്റ്റ് അടിച്ചപ്പോൾ ഓക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. സംഗീതയ്ക്ക് കുറച്ചേ ഉള്ളൂ അതിൽ, എങ്കിലും ആ ഒരു സ്ലാങ്ങിൽ നമ്മൾ പറഞ്ഞാലല്ലേ അത് മാച്ച് ആവുള്ളൂ.